ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് വാരിക്കോരി പരോൾ നൽകുന്നത് തുടരുകയാണ് സംസ്ഥാന സർക്കാർ. കൊലയാളി അണ്ണൻ സിജിത്തിന് തുടർച്ചയായി 2 തവണ പരോൾ നീട്ടി നൽകി. മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് 15 ദിവസം കൂടി പരോൾ നീട്ടിക്കൊടുത്തത്. ഉത്തരവിൻ്റെ പകർപ്പ് ജനൻ ടി.വിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, നമുക്കറിയാം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ അവരിൽ ഭൂരിപക്ഷവും CPM-മായി ബന്ധപ്പെട്ട് ഉള്ളവരാണ്. അവർക്കാണ് ഇത്തരത്തിൽ പലതരത്തിലുള്ള സഹായം സംസ്ഥാന സർക്കാർ നൽകുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം കൊലയാളി അണ്ണൻ സിജിത്തിന് തുടർച്ചയായി 2 തവണ പരോൾ നീട്ടി നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ പ്രകാരമാണ് 15 ദിവസം കൂടി പരോൾ നീട്ടി നൽകാൻ കാരണം. ഉത്തരവിൻ്റെ പകർപ്പ് നമുക്ക് ലഭിക്കുകയും ചെയ്തല്ലോ. കൂടുതൽ വിവരങ്ങൾ രാജീവ്. വിനോദ്, ടി.പിയുടെ കൊലയാളികൾക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും ഒരുക്കുന്നത് സംസ്ഥാന സർക്കാർ തുടരുകയാണ്. നമുക്കറിയാം ഈ ടി.പി കേസ് പ്രതികൾക്ക് ജയിലിൽ ലഭിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യം, അതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ജയിൽ ഉദ്യോഗസ്ഥർ പോലും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥരെ പോലും ടി.പി കേസ് പ്രതികൾ ജയിലിൽ കൈകാര്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി, കൈയേറ്റം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. അതേസമയം തന്നെ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴും ഈ ടി.പിയുടെ കൊലയാളികൾക്ക് വഴിവിട്ട് പരോൾ ലഭിക്കുന്നത് തുടരുകയാണ്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വളരെ ശക്തമായി വരികയും ഇതിൻ്റെ തെളിവ് ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. ടി.പി കേസിലെ 3 പ്രതികൾക്കാണ് 1000 ദിവസത്തിന് മുകളിൽ പരോൾ ലഭിച്ചിരുന്നത്. ഇതിൻ്റെ രേഖകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിൽ തന്നെ കെ.സി. രാമേന്ദ്രൻ, അതുപോലെ തന്നെ ട്രൗസർ മനോജ്, അണ്ണൻ സീത്ത്, ഇവർക്കാണ് 1000 ദിവസത്തിന് മുകളിൽ പരോൾ ലഭിച്ചിരുന്നത്. 1078 ദിവസമാണ് അണ്ണൻ സീത്തിന് ഇതുവരെ പരോൾ ലഭിച്ചിരുന്നത്. ഇതിനുശേഷമാണ് വീണ്ടും അണ്ണൻ സീത്തിന് ഈ പരോൾ ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത്. ആദ്യം അണ്ണൻ സീത്ത ജയിൽ വകുപ്പിന് തന്നെ തൻ്റെ പരോൾ ദീർഘിപ്പിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകുന്നു. 7 ദിവസം കൂടി ദീർഘിപ്പിച്ച് നൽകുന്നു. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രിക്ക് വീണ്ടും അപേക്ഷ നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 15 ദിവസം കൂടി അണ്ണൻ സീത്തിന് പരോള് ദീർഘിപ്പിച്ച് നൽകിക്കൊണ്ടാണ് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഏതായാലും ഈ വഴിവിട്ട ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇങ്ങനെ യഥേഷ്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ൻ്റെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ CPM നേതൃത്വത്തിന് വേണ്ടിയാണ് ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ആ ഘട്ടത്തിൽ വളരെ ശക്തമായി വരികയും എന്നാൽ CPM അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ടി.പി കേസിലെ പ്രതികൾക്ക് CPM-ൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ വഴിവിട്ട സഹായങ്ങൾ യഥേഷ്ടം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രതികൾക്ക് യഥേഷ്ടം പരോൾ ലഭിക്കുന്നു. അവർക്ക് പുറത്തിറങ്ങി സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാനുള്ള അവസരമൊരുക്കുന്നു. ഈ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ഹൈക്കോടതി ശിക്ഷിച്ചിട്ട് പോലും അവർക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഈ പരോളിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നില്ല എന്ന വസ്തുത കൂടിയാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് അതുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് ഇപ്പോൾ ജനൻ ടി.വി പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെയും ഇതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിരുന്നു. നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇതിൻ്റെ കണക്കുകൾ പറഞ്ഞത്. കെ രമയുടെ ചോദ്യത്തിന് തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഇവരുടെ പരോളിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ആ ഘട്ടത്തിൽ ടി.പി കേസിലെ 3 പ്രതികൾക്ക് 1000 ദിവസത്തിന് മുകളിൽ പരോൾ ലഭിച്ചു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ശേഷവും ഇപ്പോഴും യഥേഷ്ടം പരോൾ നൽകുന്നത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജയിൽ വകുപ്പിന് കഴിഞ്ഞില്ലെങ്കിൽ അത് മുഖ്യമന്ത്രി ഓഫീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് പരോൾ നൽകുന്നു എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ ടി.പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ഒരു നീക്കവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ജയിൽ വകുപ്പിൽ നിന്ന് ഇതിൻ്റെ രേഖകൾ പുറത്തുപോയ സാഹചര്യമുണ്ടായി. ഇതോടെ സർക്കാർ വലിയ രീതിയിൽ വെട്ടിലാകുന്ന സാഹചര്യമുണ്ടായി. ഇതോടെയാണ് ആ ഒരു നീക്കം സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ടി.പി കേസ് പ്രതികൾക്ക് ഇങ്ങനെ യഥേഷ്ടം പരോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് അണ്ണൻ സീത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് 15 ദിവസം കൂടി പരോൾ ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നു. ഏകദേശം 1200 ദിവസത്തിലേക്ക് അണ്ണൻ സീത്തിൻ്റെ പരോൾ ഇതോടുകൂടി എത്തുകയാണ്. വിനോദ്, ഈ പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും സൂചിപ്പിച്ചുകൊണ്ടാണോ ഇത്തരം അമിതമായ പരോൾ അനുവദിക്കുന്നത്? ആരോഗ്യപരമായ കാരണങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ, അതോ മുഖ്യമന്ത്രിക്ക് ഇടപെട്ടാൽ ഒരു പ്രതിക്ക് ഇങ്ങനെ അധികമായി പരോൾ നൽകാമെന്നൊരു വ്യവസ്ഥ നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ നിലനിൽക്കുന്നുണ്ടോ രാജീവ്? വിനോദ്, മറ്റൊരു തടവുകാർക്ക് ലഭിക്കാത്ത ആനുകൂല്യങ്ങളാണ് ടി.പി കേസ് പ്രതികൾക്ക്, ടി.പിയുടെ കൊലയാളികൾക്ക് ജയിലിൽ തുടക്കം മുതൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ യഥേഷ്ടം മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടപ്രകാരമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ജയിൽ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും അവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയും അവരെ ജയിൽ മാറ്റേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കാരണം ജയിൽ ഉദ്യോഗസ്ഥർ പരാതിപ്പെട്ടതോടെയാണ് ഈ ടി.പി കേസ് പ്രതികളെ ജയിൽ മാറ്റേണ്ട സാഹചര്യം പോലും ഉണ്ടായത്. ഈ രീതിയിൽ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ജയിലിൽ സംസ്ഥാന സർക്കാർ ഇവർക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
അത്തരമൊരു സാഹചര്യത്തിനിടെയാണ് ഏതായാലും ഈ പ്രതികൾക്ക് തടവുകാർക്ക് യഥേഷ്ടം ഇങ്ങനെ പരോൾ കൂടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ജയിൽ ചട്ടങ്ങൾക്കനുസരിച്ചാണ് പരോൾ നൽകുന്നത് എന്ന് പറയുമ്പോഴും മറ്റ് തടവുകാർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഈ TPയുടെ കൊലയാളികൾക്ക് എല്ലാ ഇത്തരത്തിലുള്ള ഇളവുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയപ്പോൾ പോലും സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. അതായത് ഈ TPയുടെ കൊലയാളികൾക്ക് മാത്രം എങ്ങനെയാണ് ഈ രീതിയിൽ അനർഹമായി പരോൾ ലഭിക്കുന്നത് എന്ന ചോദ്യം പല ഘട്ടങ്ങളിലും ഉയർന്നതാണ്. മാത്രമല്ല ഈ TP കേസിലെ പ്രതികൾ പുറത്തിറങ്ങിയതിനു ശേഷം ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെടുന്നു, ലഹരിക്കടത്ത് കേസുകളിൽ ഉൾപ്പെടുന്നു. അത്തരത്തിലുള്ള പരാതികൾ ഉയരുകയും കേസുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇവർക്ക് തിരിച്ച് ജയിലിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ ആനുകൂല്യങ്ങളും ഇങ്ങനെ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവർക്ക് ഇത്രയും ദിവസമൊക്കെ പുറത്തു കഴിയാനുള്ള അവസരം കൂടി സംസ്ഥാന സർക്കാർ ഒരുക്കി നൽകുന്നു. ഈ TPയുടെ കൊലയാളികൾ പുറത്തിറങ്ങുകയും CPMന്റെ പങ്ക് പറയുകയും ചെയ്താൽ അത് CPMന്റെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ പലരെയും പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. അതുകൂടി ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ തെളിവുകൾ. അതായത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ അണ്ണൻ സീറ്റിന് വേണ്ടി പരോൾ ദീർഘിപ്പിച്ച് നൽകാനുള്ള അനുമതി നൽകുന്നു, അത്തരത്തിലുള്ള നിർദ്ദേശം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിനോദ്, അതെ, വ്യക്തമാണ്. TP കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് വാരിക്കോരി പരോൾ നൽകുന്നത് സംസ്ഥാന സർക്കാർ തുടരുകയാണ്. കൊലയാളി അണ്ണൻ സിജിത്തിനാണ് തുടർച്ചയായി 2 തവണ പരോൾ നീട്ടി നൽകിയത്. മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് 15 ദിവസം കൂടി അധികമായി പരോൾ നീട്ടി നൽകിയത്. ഉത്തരവിൻ്റെ പകർപ്പാണ് ജനൻ TV ഇപ്പോൾ പുറത്തുവിടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു R. രാജീവ്.